السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. يا رسول الله، يا حبيب الله، يا حبيب يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള മഹല്ലത്തിൻ്റെ ഖാദി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, നമ്മുടെ പള്ളിയിലെ മുദ്ദരിസ് ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, സഹോദരന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അർഹമർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ, ഖുത്ബുൽ ഖുതാബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിലുള്ള ഒരുമിച്ച് കൂടൽ, സുൽത്താനുൽ ആരിഫീൻ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിലുള്ള ഒരുമിച്ച് കൂടൽ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ മഹാന്മാരെ പൊരുത്തവും മദതും ബറക്കത്തും അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നീണ്ട് പ്രസംഗിക്കുകയല്ല, ഈ സദസ്സുകൊണ്ട് ലക്ഷ്യമിട്ട എല്ലാ കാര്യങ്ങളിലേക്കും ചെന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖാദി ഉസ്താദ് അവർകൾ വേണ്ട ഉപദേശങ്ങളും നസീഹത്തുകളുമൊക്കെ നമുക്ക് നൽകി. ഇനിയും ഇൻഷാ അല്ലാഹ് ഖതീബ് ഉസ്താദും അതുപോലെ തങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്താണ് ഞാനുമായി വലിയ ബന്ധമുള്ള, നിങ്ങളൊക്കെ അറിയുന്ന ബഹുമാനപ്പെട്ട പകര ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിൻ്റെ വലിയുപ്പ കൂടിയായ ഹുസൈൻ ഹാജി പെട്ടെന്ന് മരണപ്പെട്ട വിവരമറിയുന്നത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇന്നും താനാളൂരങ്ങാടിയിൽ താനാളൂർ ഉസ്താദിൻ്റെ പള്ളിയിൽ ജുമുഅക്ക് കൂടി അതൊക്കെ പങ്കെടുത്ത് ചെന്ന് പെട്ടെന്ന് സംഭവിച്ച മരണമാണ്. നല്ല മനുഷ്യനാണ്. അല്ലാഹു തആല എല്ലാ നിലക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.
ഖബർ അല്ലാഹു തആല സന്തോഷമാക്കി കൊടുക്കട്ടെ. മരിച്ച വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പെട്ടെന്ന് സമയമായപ്പോൾ ഇങ്ങോട്ട് ഞാൻ പെട്ടെന്ന് പോന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഔസുൽ ആദം തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് പറയുകയും അനുസ്മരിക്കുകയുമൊക്കെ ചെയ്യുന്നത് എല്ലാം അവരുമായുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമായ ആരെ സ്നേഹിച്ചാലും ആ സ്നേഹിക്കപ്പെടുന്ന ആളുകളെ ഓർക്കുകയും അവരെ പറയുകയും ചാൻസ് കിട്ടുമ്പോൾ അവരെ പറയാനായി സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളേറ്റവും അധികം സ്നേഹിക്കുന്ന ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓർക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും, ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടല്ലോ ലക്ഷങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. അങ്ങനെ സ്വലാത്തുകളിലൂടെ, മൗലിദുകളിലൂടെ, മദ്ഹുകളിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈമാനുള്ളവരൊക്കെ പറയുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. ആ നിലക്കുള്ള ഒരു മഹബ്ബത്തില്ലാത്ത ആളുകൾക്ക് ഈമാനില്ലെന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനമാണ്. അതടിസ്ഥാനത്തിലാണ്, ആ മഹബ്ബത്തിലായി മോമിനീങ്ങൾ ജീവിക്കുകയും ആ മഹബ്ബത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയും പറയുകയും അവിടുത്തെ സംബന്ധിച്ച് പാടുകയുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. അതുപോലെ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയും അനുസ്മരിക്കുകയും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയും മാത്രമല്ല, നമ്മുടെ മലാദുകളായ ഖുതുബുസ്സമാൻ മമ്പർ തൊപ്പാപ്പയടക്കം നാമൊക്കെ ബന്ധപ്പെടുന്ന എല്ലാ മഹാന്മാരും അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ്. ഈമാനുള്ള ആളുകൾക്ക് സ്നേഹമാണ്, ബന്ധമാണ്. ആ ബന്ധം കൊണ്ട് തന്നെയാണ് നമ്മുടെ രക്ഷക്കുള്ള, ആ ബന്ധമാണ് നമ്മുടെ രക്ഷയുടെ വഴിയും. നമുക്കറിയാം, ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു തങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഗൗസുൽ ആദം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു വലിയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽപ്പെട്ട ആളാണ്, വലിയാണ് എന്ന് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന ചോദ്യത്തിന് മറുപടിയായി ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത് ഞാൻ മദ്രസയിലേക്ക് പോയപ്പോൾ ചില മലക്കുകൾ വന്നിട്ട് അവിടെയുള്ള എൻ്റെ സഹപാഠികളോട് പറയുന്നു, നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം, ഇത് അള്ളാഹുവിൻ്റെ ഔലിയായിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ വേണ്ട സൗകര്യങ്ങളും വേണ്ട നിലക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്.
അതിനുശേഷം മഹാനായ ഔസുൽ ആലം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ആ പ്രായത്തിൽ ഒരു കൃഷിക്കാളയുടെ പിന്നാലെ ഓടിയത് ചരിത്രത്തിൽ കാണാം. കുട്ടിപ്രായമാണ്. ഒരു പശുക്കുട്ടിയുടെ പിന്നാലെ ഓടിയപ്പോൾ ആ പശുക്കുട്ടി തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, യാ അബ്ദുൽ ഖാദിർ അലി ഹാദാ ഖുലിഖത, ഓ അബ്ദുൽ ഖാദിറെ, നിങ്ങളെ ഇതിനു വേണ്ടിയാണോ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇതിനല്ല നിങ്ങളെ അല്ലാഹു തആല പടച്ചത് എന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് പശുക്കുട്ടി ചോദിക്കുകയും ആ ചോദ്യം കേട്ടതോടുകൂടി മഹാനായ അബ്ദുൽ ഖാദിർ എന്ന ഔസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആകുന്ന ആ കുട്ടി മാനസികമായി മാറ്റം വരികയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് സുബ്ഹാനല്ലാഹ് വീട്ടിൻ്റെ മാളിക മുകളിൽ കയറി നിൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങകലെ അറഫ മൈതാനിയിൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ അറഫ മൈതാനിയിൽ സമ്മേളിച്ചത് കാണുമ്പോൾ വീണ്ടും മാനസികമായി മാറ്റങ്ങൾ ഉയർച്ചകൾ സംഭവിക്കുകയും താഴേക്കിറങ്ങിയിട്ട് അവിടുത്തെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്, ഉമ്മ, എനിക്ക് ഇൽമു പഠിക്കണം, മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. മഹാനായ ഔസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ വിജയം, ആ വിജയത്തിൻ്റെ നിദാനം, അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഒന്ന് ഇൽമും മറ്റൊന്ന് സ്വാലിഹീങ്ങളുമായുള്ള ബന്ധവും. ഉമ്മയോട് ചോദിക്കുന്നത്, ഉമ്മ, എനിക്ക് ഇൽമു പഠിക്കണം, അതിന് നാട് വിട്ട് തന്നെ ഇൽമു പഠിക്കണം. എനിക്ക് ആ ഇൽമു വേണ്ടതുപോലെ പഠിക്കാനും സൗകര്യത്തോടുകൂടി ആകാനും നാട് വിട്ടുകൊണ്ട് ഇൽമു പഠിക്കണം, അതിനെനിക്ക് സമ്മതം തരണം. മാത്രമല്ല വഅസൂറു സ്വാലിഹീൻ, എനിക്ക് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്യുകയും അവരെ സന്ദർശിക്കുകയും അവരിൽ നിന്ന് ബറക്കത്ത് സ്വീകരിക്കുകയും ഒക്കെ വേണമെന്ന് ഉമ്മയോട് ആവശ്യപ്പെടുമ്പോൾ ആ ഉമ്മ വളരെ സന്തോഷത്തോടു കൂടി സമ്മതം കൊടുക്കുകയും സുബ്ഹാനല്ലാഹ് ആ സമ്മതം വാങ്ങിയിട്ട് ഉമ്മ മകനോടൊരു വസിയ്യത്തുണ്ട്, മോനെ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ജീവിതത്തിൻ്റെ ഏത് സമയത്തും സത്യം മാത്രമേ പറയാവൂ എന്ന വലിയ ഒരു ഉപദേശം ആ ഉമ്മ മകന് നൽകിയിട്ട് ഇൽമിന് വേണ്ടി മകനെ പറഞ്ഞയക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം, ആ ബന്ധമാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള താല്പര്യം, ഇതിനു വേണ്ടി കാശ് ചെലവഴിക്കാനുള്ള ഒരു താല്പര്യം, ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാനുള്ള ഒരു സന്തോഷം. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുഹീദ്ദീൻ ശൈഖ് തങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവുമാണ്. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള നമ്മുടെ ബന്ധവും സ്നേഹവുമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ മഹബത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ബന്ധം, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം, സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളോടുള്ള അടുപ്പം, അത് ജീവിതത്തിൻ്റെ വലിയ സന്തോഷത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയമായ ഉയർച്ചയ്ക്കുള്ള വലിയ ഒരു വഴിയാണ്. അതാണ് ഔസുൽ ആലം തങ്ങൾ പറയുന്നത്, വഅസൂറു സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹീങ്ങളെ സന്ദർശിക്കണം, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടണം, ആ സ്വാലിഹീങ്ങളിൽ നിന്ന് ബറക്കത്ത് എനിക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഇൽമിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന മഹാനായ ഖുതുബുൽ അഖ്താബ് ഔസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ബഗ്ദാദിലേക്ക് പുറപ്പെടുകയാണ്. ചരിത്രമൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. എത്ര കേട്ടാലും മഹാന്മാരുടെ ചരിത്രം നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ മുദരിസ് ഓർമ്മപ്പെടുത്തിയല്ലോ മുത്തുനബിയുടെ ഒരു ഹദീസ്, ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റു സ്വാലിഹീന കഫാറ. അംബിയാഇൻ്റെ മദ്ഹ് പറയുന്നത്, അംബിയാഇനെ ഓർക്കുന്നത്, പറയുന്നത്, അനുസ്മരിക്കുന്നത് അത് ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങളായ മഹാന്മാർ
ഔലിയാക്കളെയും മഹാന്മാരെയും പറയുന്നതും ഓർക്കുന്നതും അതൊക്കെ അതുപോലെയുള്ള ദോഷം പൊറുപ്പിക്കാൻ പറ്റിയ ഇബാദത്തുകളും ഖൈറുകളുമാണെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മഹാനായ ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഇൽമു പഠിക്കാനായി പോകുമ്പോഴാണ് ഉമ്മാൻ്റെ വസിയത്ത്, മോനെ ഏത് ഘട്ടം എന്ത് പ്രയാസം വന്നാലും സത്യം മാത്രമേ പറയാവൂ. പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കള് ആ മക്കള് നമുക്ക് ദുന്യാവിൽ ഉപകരിക്കണം, ആ മക്കൾ നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കണം. അതിനു വേണ്ടി ആ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മക്കൾ കളവ് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ കാരണമാകുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരാവശ്യത്തിന് വേണ്ടി ആരെന്തെങ്കിലുമൊക്കെ കാശ് കടം വാങ്ങിയ ആ ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആൾ വീട്ടിൻ്റെ പരിസരത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ ആളെ എന്ന് ഒക്കെ പറഞ്ഞ് മക്കളെ കളവ് പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ശൈലി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. മഹാനായ ഔസുല്ലാദ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മായുടെ വസിയത്ത്, മോനെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാവൂ. ആ ഉമ്മയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഒരു കാഫിലയോടുകൂടെ ഒരു കച്ചവട സംഘത്തോടുകൂടി ബഗ്ദാദിലേക്ക് യാത്ര പോകുന്ന മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് കൊള്ളസംഘം തടഞ്ഞു വെക്കുകയും കൂടെയുള്ളവരുടെ പലതും അവർ അപഹരിക്കുകയും ചെയ്തപ്പോൾ ഒരു കൊള്ളസംഘത്തിൽപ്പെട്ട ഒരുത്തൻ ഈ കുട്ടിയാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളോട്, നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ അടുക്കലുണ്ട്. എന്താണുള്ളത്? എൻ്റെ അടുക്കൽ 40 ദീനാർ സ്വർണമുണ്ട്. എവിടെയാണത്? അത് എൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകം ഒരു അറയുണ്ടാക്കി എൻ്റെ ഉമ്മ തുന്നിച്ചേർത്തു തന്നതാണ്. ഇത് പറയുമ്പോൾ കൊള്ളക്കാരൻ മനസ്സിലാക്കുന്നത് കുട്ടിയല്ലേ, തമാശ പറയുകയായിരിക്കും. മെയിൻറ്റ് ചെയ്യാതെ കടന്നുപോയി. അടുത്ത ആളും കൊള്ളക്കാരിൽപ്പെട്ട രണ്ടാമത്തെ ആളും വന്നു. അദ്ദേഹവും ചോദിച്ചു, അദ്ദേഹത്തോടും പറഞ്ഞു. അയാൾ മനസ്സിലാക്കിയത് കുട്ടിയല്ലേ, തമാശ പറയുകയായിരിക്കും. ഏതായാലും അവരൊക്കെ ചെന്നിട്ട് കൊള്ളസംഘത്തിൻ്റെ നേതാവിനോട് പറഞ്ഞു, അങ്ങനെ അവിടെ വെച്ചൊരു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോയി ആ കൊള്ളസംഘത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊള്ളസംഘത്തിൻ്റെ നേതാവ് അന്വേഷിച്ചപ്പോഴും കുട്ടി കാര്യങ്ങൾ പറഞ്ഞു, സത്യം പറഞ്ഞു. അപ്പോൾ ആ പരിശോധിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്വർണമൊക്കെ കിട്ടിയപ്പോൾ ആ കൊള്ളസംഘത്തിൻ്റെ നേതാവ് കുട്ടിയോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ പറയാനുള്ള കാരണം? ആ സമയത്ത് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളോട് ചോദിക്കുമ്പോൾ തങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ, എൻ്റെ ഉമ്മ എന്നോട് സത്യം മാത്രമേ പറയാവൂ, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാവൂ എന്ന നിർദ്ദേശം എനിക്കുണ്ടായതുകൊണ്ട് ആ ഉമ്മയെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. സ്വർണം പോയാലും വേറെ എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ ഉമ്മയുടെ ആ വാക്ക് നിരസിക്കാനോ ഉമ്മയെ ചതിക്കാനോ എനിക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടിട്ടുണ്ട് കൊള്ളസംഘത്തിൻ്റെ നേതാവ് കരഞ്ഞുപോയി. നിന്റെ ഉമ്മയെ വഞ്ചിക്കാൻ തയ്യാറല്ലാത്ത നീ ഞാൻ എൻ്റെ യജമാനനായ റബ്ബിനെ എത്ര കാലമായി ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയ സംഭവം. സംഘത്തിൻ്റെ നേതാവ് തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ കൂടെയുള്ള 60 ആളുകളും ആ 60 ആളുകളും ഞങ്ങൾക്ക് ഈ കള്ളത്തരത്തിനും കൊള്ളക്കും നിങ്ങൾ നേതാവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തൗബ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ തൗബയിലും നേതാവാണെന്ന് പറഞ്ഞ് 60 ആളുകൾ ഒന്നാകെ തൗബ ചെയ്ത് മടങ്ങിയ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ ഔസുല്ലാദ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബഗ്ദാദിലേക്ക് ചെന്ന് മഹാന്മാരായ വലിയ ആലിമീങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ചു, ഇൽമുകളൊക്കെ പഠിച്ചു, ഹദീസുകൾ പഠിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഇൽമ് അങ്ങനെയാണ്, കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ് ഇൽമു എന്ന് പറയുന്നത്. കഷ്ടപ്പാടിനനുസരിച്ചാണ് ആ ഇൽമു ലഭിക്കുന്നതും. അല്ലാതെ നമ്മുടെ എല്ലാം കഴിച്ച്
ഏതെങ്കിലും ഒരു സൈഡായി മാത്രം കാണേണ്ട ഒന്നല്ല അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുന്നത്. അത് വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായി പഠിക്കേണ്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. പലപ്പോഴും ഭക്ഷണങ്ങൾ കിട്ടാതെ കഷ്ടപ്പെട്ട് വളരെ പട്ടിണി കടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇൽമു പഠിച്ചത്. അവിടുന്ന് തന്നെ പറഞ്ഞത് തഫ്രീജുൽ ഖാത്തിറിലും അതുപോലെയുള്ള അവിടുത്തെ ചരിത്രങ്ങൾ പറയുന്ന കിതാബുകളിലൊക്കെ കാണാം. അവിടുന്ന് പറയുന്നുണ്ട്, ഒരു ദിവസം വല്ലാതെ വിശന്നിട്ട് ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ട് വളരെ വിശപ്പുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ പുറത്തേക്കിറങ്ങി. പുറത്തു പോയി ഏതെങ്കിലും അങ്ങാടിയുടെ ഭാഗത്ത് ചെന്നാൽ ആരെങ്കിലുമൊക്കെ തിന്നിട്ട് വലിച്ചെറിഞ്ഞ വല്ല വേസ്റ്റുകളും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നാമായിരുന്നു. അതല്ലെങ്കിൽ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഇലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നാമായിരുന്നു എന്ന നിലക്ക് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും ചുറ്റിത്തിരിയുമ്പോൾ പറ്റിയതായി ഒന്നും കിട്ടിയില്ല. ഞാൻ നിരാശനായി അവശനായി ഞാൻ അടുത്തുള്ള പള്ളിയിലേക്ക് ചെന്ന് അഭയം തേടുകയാണ്. പള്ളിയിൽ ചെന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അപ്പുറത്തൊരു ചെറുപ്പക്കാരൻ നല്ല റൊട്ടിയും മാംസവും തിന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ഭക്ഷണത്തിലേക്ക് പങ്കാകാൻ. പക്ഷേ ഞാൻ വിസമ്മതിച്ചു. വിശപ്പുണ്ട്, പ്രയാസമുണ്ട്, എന്നാലും മറ്റൊരാളുടെ ഔദാര്യത്തിന് നിൽക്കേണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കാതെ നിർബന്ധിച്ച് വിളിച്ചിരുത്തി എന്നെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മിൻ ഐന അന്ത, നിങ്ങൾ എവിടെയുള്ള ആളാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആളാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ബഗ്ദാദുകാരനാണ്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അബ്ദുൽ ഖാദിറാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഈ ഭക്ഷണം നിങ്ങളുടേതാണ്. കാരണം നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് തരാനായി 8 ദീനാർ സ്വർണവുമായി എന്നെ പറഞ്ഞയച്ചിട്ട് ദിവസങ്ങളായി. ഞാനിവിടെ വന്നിട്ട് ദിവസങ്ങളായി. പലരോടും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു, ഒരെത്തും പിടിയും കിട്ടിയില്ല. അവസാനം എൻ്റെ ഭക്ഷണത്തിനും എൻ്റെ ചെലവിനുമായി എൻ്റെ അടുക്കലുണ്ടായിരുന്ന കാശുകളും മുഴുവനും തീർന്നു പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കാനായി എന്നെ ഏൽപ്പിച്ച കാശ്, ആ കാശിൽ നിന്ന് എടുത്തിട്ടാണ് ഈ റൊട്ടിയും മാംസവും വാങ്ങിയിട്ടുള്ളത്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ്. ഞാനൊരിക്കലും അങ്ങനെ മോശമായ രൂപത്തിൽ പെരുമാറിയതല്ല. നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ എന്തും തിന്നാൻ പറ്റുന്നവർ ലറൂറത്തിൻ്റെ ഒരവസ്ഥയിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇത് മുഴുവനും നിങ്ങളുടേതാണ്, സന്തോഷത്തോടെ കഴിക്കണമെന്ന് പറഞ്ഞ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് നീട്ടുമ്പോൾ ഗൗസുൽ ആദം തങ്ങൾ തൻ്റെ വിശപ്പടക്കാൻ മാത്രമുള്ളത് കഴിക്കുകയും ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ആ സ്വർണ്ണ നാണയങ്ങൾ ബാക്കിയുള്ളതിൽ നിന്ന് തന്നെ വീണ്ടും അല്പം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ തിരിച്ചു പോരുകയാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ വഴിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി, ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമാക്കി, ഒരുപാട് കിതാബുകൾ മനഃപ്പാഠമാക്കി വലിയ ആലിമായി തീർന്ന മഹാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കണം, ഇന്നത്തെയൊക്കെ സാഹചര്യത്തിൽ പെട്ടെന്ന് ആകാശത്തുനിന്ന് വീഴും പോലെ ഞാൻ വലിയാണ്, അല്ലെങ്കിൽ ഞാൻ ആ ആളാണ് ഈ ആളാണെന്ന് പറഞ്ഞ് ചാടുമ്പോൾ അവിടേക്കൊന്നും ഓടിച്ചെന്ന് നമ്മുടെ ഈമാൻ നമ്മൾ കളങ്കപ്പെടുത്തരുത്. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഉസ്താദുമാരെ ആക്ഷേപിച്ചുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ ആളുകളായി ചമഞ്ഞ് നടക്കുന്നതിൽ പെട്ടുപോകരുത്. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ വലിയ ആലിമാണ്, വലിയ മഹാനാണ്. എല്ലാ ശഫഈ മദ്ഹബിലും അതുപോലെ ഹംബലി മദ്ഹബിലും ഒരുപോലെ എല്ലാ മസ്അലകളിലും ഫത്വ കൊടുക്കുന്ന വലിയ മഹാനാണ്. മഹാനായ
അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹബിൽ മഹാനായ ഔസുല്ലാഹും തങ്ങൾ നിന്നിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ ആദ്യം ഷാഫിഈ മദ്ഹബിലായിരുന്നു, പിന്നെ ഹംബലി മദ്ഹബിലേക്ക് മാറിയിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിനെ ഉപേക്ഷിച്ചുകൊണ്ട് വെറുത്തുകൊണ്ടോ താല്പര്യമില്ലാതെയോ പോയതല്ല. തഫ്രീജുൽ ഖാത്തിറിൽ കാണാം, മഹാനായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹാന്മാരാകുന്ന ഒരു കൂട്ടം സഹാബത്തിനെയും കൂടെ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ ഔസുല്ലാഹും റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുകയാണ് മനാമിൽ. ആ സമയത്ത് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഹബീബായ തങ്ങളെ, നിങ്ങളെ ഈ പൊന്നോമന മകനോട്, ഈ പേരക്കുട്ടിയോട് ഹംബലി മദ്ഹബിലേക്ക് മാറാനും ആ ഹംബലി മദ്ഹബിനെ ശക്തിപ്പെടുത്താനും തങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും, അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹബിൽ ഹംബലി മദ്ഹബിൽ ഫത്വ കൊടുക്കാനും ഹംബലി മദ്ഹബിൽ ക്ലാസ് നടത്താനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയും അതടിസ്ഥാനത്തിൽ ഹംബലി മദ്ഹബിലേക്ക് മാറുകയും ചെയ്ത ആളാണ് മഹാനായ ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ. അശ്ശാഫിഈ ഫസിർതൽ ഹംബലിയ ബിലാ ഹജിലിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില. ഷാഫിഈ മദ്ഹബിനെ വർജിച്ചുകൊണ്ട്, ഷാഫിഈ മദ്ഹബിനെ വെടിഞ്ഞുകൊണ്ട് ഹംബലി മദ്ഹബിലേക്ക് മാറിയതല്ല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട്. കാരണം ആ സമയത്ത് ഹംബലി മദ്ഹബ് വളരെ ശോഷിച്ചു പോയി. ആ ഹംബലി മദ്ഹബിൽ ആ വേണ്ട രൂപത്തിലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇല്ലാത്ത ഒരു അവസരം ആയിരുന്നു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഹംബലി മദ്ഹബിനെ ശക്തിപ്പെടുത്താനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി മഹാനായ ഔസുല്ലാഹും തങ്ങൾ അങ്ങോട്ട് ആ മദ്ഹബിലേക്ക് മാറിയതാണ്. അങ്ങനെ എല്ലാ മദ്ഹബിലും ഫത്വ കൊടുക്കാനും ഒരുപാട് കിതാബുകൾ രചിക്കുകയും എല്ലാ ഇൽമിലും ഉന്നതമായ സ്ഥാനമൊക്കെ കൈവരിക്കുകയും ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഏറ്റവും വലിയ ബഹുമാനം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണെങ്കിലും മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും മമ്പർത്ത പാപ്പ മഹാനായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു തങ്ങളാണെങ്കിലും അവരെയൊക്കെ വലിയ ബഹുമാനം. അവരൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ടു എന്നതാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെ പരമ്പര ചെന്ന് മുട്ടുന്നതും ഉമ്മയുടെ പരമ്പര ചെന്ന് മുട്ടുന്നതും മഹാനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കുമാണ്. അതുപോലെ തന്നെ ആ പരമ്പരയിലേക്ക് തന്നെയാണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അവരൊക്കെ അഹ്ലു ബൈത്തിൽപ്പെട്ടു എന്നതാണ് അവരുടെയൊക്കെ വിജയത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം അഹ്ലു ബൈത്തായി എന്നതാണ്. ആ അഹ്ലു ബൈത്തിനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ്. അഹ്ലു ബൈത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലു ബൈത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനോട് നമുക്ക് വല്ലാത്ത ബഹുമാനം, വല്ലാത്ത സ്നേഹം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അത്യാവശ്യമാണ്. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നുണ്ട്, നബിയെ തങ്ങൾ പറയണം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈമാനും ഈ ഇസ്ലാമും അല്ലാഹുവിൻ്റെ ഹിദായത്തും അല്ലാഹുവിൻ്റെ നൂറുമൊക്കെ നമുക്ക് എത്തിച്ചു തന്നതിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉഹദിൽ പ്രയാസപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. ത്വായിഫിലേക്ക് ചെന്നപ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്തിച്ചു തന്നതിൽ അതിൻ്റെ പേരിൽ ഒരു ചില്ലിക്കാശ് പോലും പ്രതിഫലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദൽ ഖുർബ. എൻ്റെ ഖുർബയാകുന്ന എൻ്റെ അഹ്ലു ബൈത്തിനോട്, ആ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബ, ആ അഹ്ലു ബൈത്തിനോട്
അവരോടുള്ള മഹബത്ത്, അവരോടുള്ള സ്നേഹം, അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ അഹ്ലു ബൈത്തിൽപ്പെട്ടതാണ് അവരുടെയൊക്കെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽപ്പെട്ട ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഒരു വഴിയെങ്കിൽ ആ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് ഇന്നും ഏത് സയ്യിദാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ മരീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും സയ്യിദന്മാര്, ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിലും ഏത് ഗ്രൂപ്പിൻ്റെ ആളുകളാണെങ്കിലും അല്ലെങ്കിലും അതിലൊന്നും സയ്യിദന്മാരെ അവരെ കുതിര കയറുന്ന ഒരവസ്ഥയിലേക്ക്, അവരെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കൾ അവർ മുത്തുനബിയുടെ ചോര നിലനിൽക്കുന്നവരാണ്. അവരോട് അപമര്യാദയായി പെരുമാറുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടരുത്. അത് നമ്മുടെ നഷ്ടത്തിന്, നമ്മുടെ പരാജയത്തിന് കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും കേൾക്കും. വലിയ വലിയ മഹാന്മാരായ സയ്യിദന്മാരെ പലതും വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരം കേൾക്കുന്നതിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ ശ്രമിക്കുകയും അത്തരം ഒരു വാക്കുകളോ ചിന്തകളോ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. മുത്തുനബിയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ മഹാനാണ്. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കേവലം 7 വയസ്സ് മാത്രമാകുമ്പോഴേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് ഇൽമിൻ്റെ എല്ലാ മേഖലകളിലും എത്തിപ്പെട്ട മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ നമുക്കറിയാം, കേവലം 10-17 വയസ്സുള്ള സമയത്താണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ദാറുൽ ഹിജറയാകുന്ന മദീനയിലേക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാനായി പോകുന്നത്. അവിടെ ചെന്ന് ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനക്ക് വലിയ ആദരവ്. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ ബഹുമാനം, വലിയ ആദരവോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് തങ്ങളോട് പറയുന്നുണ്ട്, എനിക്ക് അവിടുന്ന് രചിച്ച മുവത്തയോദനം, ആ മുവത്തയോദനം എന്ന് പറയുമ്പോൾ മുവത്തയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് ഇമാം മാലിക് തങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഷാഫി ഇമാം പറയുന്നുണ്ട്, ഞാൻ ആ മുവത്തയെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാനത് വായിച്ചിട്ടുണ്ട്, ആ വായിച്ചതോടുകൂടി ഞാനത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ഇനി അവിടുത്തെ വക്കൽ നിന്നൊന്ന് ഓതണം എന്ന നിലക്ക് വന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ വലിയ ആലിമീങ്ങൾക്ക്, വലിയ മഹാന്മാരായ ഇമാമുകൾക്ക് ദർസ് നടത്തുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ ഇമാമുകൾക്ക്, വലിയ പർവ്വത സമാനരായ മഹാന്മാരായ ആലിമീങ്ങൾക്ക്, ഇമാമുമാർക്ക് ദർസ് നടത്തുമ്പോൾ, ദർസിലിരിക്കുമ്പോൾ വേറെയൊന്നും ശ്രദ്ധിക്കുന്ന, നമ്മയെപ്പോലെ എല്ലാം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകുന്നവരല്ലല്ലോ മഹാന്മാർ. ദർസ് മാത്രം ശ്രദ്ധിച്ച് വലിയ അദബോടുകൂടി, വലിയ ബഹുമാനത്തോടുകൂടി ദർസ് നടത്തുമ്പോൾ, ഒരു ദിവസം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സമയത്ത്, ഈ വലിയ വലിയ ഇമാമുകൾക്ക് ദർസ് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് എഴുന്നേൽക്കുകയാണ്. സാധാരണയില്ലാത്ത ഒരു പതിവ്, ഇടയ്ക്ക് എഴുന്നേൽക്കുകയാണ്. ശിഷ്യന്മാർ ശ്രദ്ധിച്ചു, എന്താണ് ഉസ്താദ് ഇതുവരെ ഇല്ലാത്ത, പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, അല്പം കഴിയുമ്പോൾ വീണ്ടും ഇരിക്കുന്നു. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അങ്ങകലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഒരു സയ്യിദായ കുട്ടി, ഒരു തങ്ങളായ കുട്ടി, ആ കുട്ടി കളിയുടെ ഇടയിലായി ഇമാമുന ശാഫിഈ തങ്ങൾ കാണുന്ന ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഈ മഹാന്മാരായ ഇമാമുകൾ ദർസ് നടത്തുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങൾ, നമ്മുടെ മഹാന്മാർ അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ് നമുക്ക് കാണിച്ചു തന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരം അദബുകൾ സയ്യിദന്മാരോട് ഒരു നിലക്കും ഒരു സയ്യിദിനെയും ആക്ഷേപിക്കുന്ന ഒരവസ്ഥ, അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, എന്ത് വിഷയത്തിൻ്റെ
വിഷയത്തിന്റെ പേരിലാണെങ്കിലും അഹ്ലു ബൈത്തിനെ ആക്ഷേപിക്കുകയോ സയ്യിദന്മാരെ കുറ്റം പറയുകയോ ചെയ്യുന്ന ഒരവസ്ഥ നമ്മിൽ നിന്നുണ്ടാകരുത്. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ സയ്യിദാണ്, അഹ്ലു ബൈത്താണ്. റിഫാഈ ശൈഖ് തങ്ങൾ അഹ്ലു ബൈത്താണ്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അതുപോലെയുള്ള സയ്യിദന്മാർ അവരൊക്കെ ബഹുമാനത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷയം അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ടു എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള മഹാനായ ഗൗസുൽ ആലം തങ്ങളും അതുപോലെയുള്ള റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, അവരെയൊക്കെ ആദരിച്ചുകൊണ്ട്, അവരുടെയൊക്കെ ബർക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാകണം നമ്മുടെ ജീവിതം. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ പേരിൽ എന്നും ഒരു മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ അവിടുത്തെ മാലയിൽ പറഞ്ഞു, അവരുടെ പേരിൽ എന്നും ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ബർക്കത്ത് കിട്ടാൻ അത് കാരണമാണ്. പ്രിയപ്പെട്ട ഉമ്മമാർ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ഉമ്മമാർ അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ ദിവസവും ഒരു ഫാത്തിഹ, അതിന് കൂടുതൽ സമയമൊന്നും വേണ്ടതില്ലല്ലോ, ഒരു ഫാത്തിഹ എങ്കിലും ഓതി. നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ ഉപ്പാപ്പ റളിയല്ലാഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ ഖാദി മുഹമ്മദ് തങ്ങളുടെ മുഹീദ്ദീൻ മാലയിൽ നിന്ന് ഈ ഒരു വരി കേട്ടത് മുതൽക്ക് അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ ജീവിതത്തിലെ ബറക്കത്തും ദുആയും കിട്ടുമെന്ന ഒരു വരി കേട്ടത് മുതൽക്ക് അത് ആരും എന്നോട് ഉപദേശിച്ചിട്ടല്ല, മറിച്ച് ഞാനത് കേട്ടത് മുതൽക്ക് ഞാൻ ജീവിതത്തിൽ അവർക്കുള്ള ഫാത്തിഹയും അവരുമായുള്ള ബന്ധവും ഗൗസുൽ ആലം തങ്ങളുമായുള്ള ബന്ധവും നിലനിർത്തിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാനും വളരാനും കഴിഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറയുന്നത് സദസ്സിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വളർച്ചക്ക്, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചക്ക്, നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എല്ലാമുള്ള ഒരു വഴിയായി ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫാത്തിഹയെങ്കിലും മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ ഓതാനും അതുപോലെ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹുമായുള്ള ബന്ധം സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഈമാനോടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളാക്കി തരുമാറാകട്ടെ. ബേജാറാകേണ്ട ഒരു സമയം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്ത വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈമാനിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ പൂർവീകരൊക്കെ അത് വല്ലാതെ പേടിച്ചവരും വല്ലാതെ ശ്രദ്ധിച്ചവരുമാണ്. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ശൈഖുന വക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, കേൾക്കാത്തവരും അറിയാത്തവരുമായി ആരും ഉണ്ടാകില്ലല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ചാലിയത്ത് ദർസ് നടത്തുന്ന സമയത്ത് സുബഹിന്റെ മുമ്പ് സുബഹിന്റെ മുമ്പ് ശൈഖുനായുടെ കരച്ചിൽ, ഉറക്കയുള്ള കരച്ചിൽ കേട്ടിട്ട് അടുത്ത് താമസിക്കുന്ന പള്ളിപ്പറമ്പിന് അടുത്ത് താമസിക്കുന്ന സയ്യിദ് ഒരു തങ്ങൾ സുബഹിന്റെ മുമ്പ് ഓടി വന്നു പള്ളിയിലേക്ക്, പടച്ചോനെ എന്താണ് ശൈഖുനാക്ക് ഇങ്ങനെ ഒരു കരച്ചിൽ, എന്താണ് സംഭവിച്ചത്, എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിൽ നരകത്തിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തോതിയപ്പോ അങ്ങനെ പരിസരം മറന്നുകൊണ്ട് പൊട്ടി കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരൊക്കെ ആഖിറത്തിനെ പേടിച്ച്, അവരൊക്കെ മരണത്തിന്റെ അവസ്ഥ ചിന്തിച്ചിട്ട്, ഖബറിനെ ചിന്തിച്ചിട്ട് അങ്ങനെ പേടിച്ച് ജീവിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആ ഒരു പേടി, ആ ഒരു ബേജാറും നമുക്ക് വേണം. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, സുബ്ഹി നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് ഒരു ദുഷ്ടനായ ഒരു മജൂസിയായ ഒരു മനുഷ്യൻ വന്ന് അവിടുത്തെ അടിവയറ്റിന് കുത്തിയത്. വിഷത്തിലൂട്ടിയ വാളുകൊണ്ട് കത്തി കൊണ്ട് കുത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ഇമാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിലത്ത് വീഴുകയും സ്വഹാബത്ത് പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എടുത്തുകൊണ്ടുപോയി കെടുത്തി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനക്ക് ചില സമയത്ത് ചിലപ്പോൾ ബോധം തിരിച്ചു വരും, പലപ്പോഴും ബോധം നഷ്ടപ്പെടും. പാല് വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, തൊള്ളയിലേക്ക് പാലൊഴിച്ചു കൊടുക്കുമ്പോൾ പാലായിട്ട് തന്നെ ഈ കുത്ത് കിട്ടിയ ഭാഗത്തുകൂടെ പുറത്തു വരുന്ന വല്ലാത്ത ഒരു രംഗം. ആ രംഗത്ത് ഒരു സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാകുന്ന മകനെ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. മോനെ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറയണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞേക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോകുന്നു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് ചോദിക്കുകയാണ്, ഓ ഹുദൈഫ, നിങ്ങൾ അല്ലാഹുവിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, സാഹിബു സിദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോഴാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ പറയുന്നത്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ആരൊക്കെയാണ് മുനാഫിഖുകളാകുന്ന ആളുകൾ, ആരൊക്കെയാണ് ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചുള്ള രഹസ്യമായ വിവരം ബഹുമാനപ്പെട്ട ഹുദൈഫ തങ്ങളെ നിങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ ചോദിക്കുകയാണ്, ഓ ഉമർ തങ്ങളെ, ഈ സമയത്ത്, ഇങ്ങനെയുള്ള ഒരു വിഷമ സമയത്ത് നിങ്ങൾ എന്തിനാണ് ആ ലിസ്റ്റ് ചോദിക്കുന്നത്? അതൊക്കെ നമുക്ക് അസുഖം മാറിയിട്ട് അല്ലെങ്കിൽ പിന്നീട് ചിന്തിക്കാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് നടപടിയെടുക്കാനല്ല, ആ ഈമാൻ നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരുണ്ടോ എന്നറിയാനുള്ള വേദന കൊണ്ടാണ് ചോദിക്കുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മഹാന്മാര് മുഴുവനും ഈ ബേജാറിലും പേടിയിലുമാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു പേടിയും ബേജാറും, പടച്ചോനെ എൻ്റെ ആഖിബത്ത് എന്താകും, എൻ്റെ ഈമാൻ എന്താകും, എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം പടച്ചോനെ, അതിനു വേണ്ടി എന്തു ചെയ്യണമെന്ന ഒരു ബേജാറ്, അതിനുവേണ്ടി ഞാൻ എങ്ങനെയാകണമെന്ന ഒരു ചിന്ത, അതാണ് മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഈമാനിന് കേടുവരുന്ന വിഷയത്തിലൊന്നും ഇടപെടാതെ, ഒന്ന് പടച്ചവനെ പേടിച്ചുകൊണ്ട്, ഈമാനിന്റെ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട്, ആഖിബത്തിന്റെ കാര്യത്തിൽ ആലോചിച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ, നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഈമാനോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ, റബ്ബിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി ജീവിച്ച് അവസാനം ഈ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ആക്കിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് നമ്മളെ കൊണ്ട് അള്ളാഹു തആല സന്തോഷം കൊടുക്കട്ടെ, അവർക്ക് നമ്മളെ കൊണ്ട് അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. നമ്മളെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജിവാറിലായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.